ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് 29th ജൂലൈ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിഫ്റ്റിയുടെ ഇന്ന് വന്ന ട്രേഡിൻ്റെയാണ്. നമുക്ക് നിഫ്റ്റിയിൽ രാവിലെ 9:20 സോഫ്റ്റ് നമുക്ക് ബൈ കാണിച്ചിരുന്നത്. 24,186 നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ബൈ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ കോൾ സൈഡ് മാത്രം എൻട്രി നോക്കുക. അതുപോലെ ഇവിടെ റേറ്റ് ഉണ്ട് 24,186. അതായത് ഈ ലെവലിൽ നിന്നുള്ള ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് ചാർട്ടും നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഇപ്പം നമുക്ക് രാവിലെ 9:20 ട്രേഡാണ് കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പോൾ നമുക്കിവിടെ ട്രേഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിൻ്റെ ഇപ്പോൾ 24,186 നമുക്ക് അതിൻ്റെ 200 അല്ലെങ്കിൽ 100 24,000 ഏതാണ് നമുക്ക് ഓപ്ഷൻ ചാർട്ട് വേണ്ട സെപ്പറേറ്റ് നമുക്ക് പോയി നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അതിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ കാണിച്ചു തന്നോളാം. നമ്മൾ ജസ്റ്റ് ഈ വരുന്ന ട്രേഡുകൾ കൺഫേം ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ബൈസിക്കിൾ ആണെങ്കിൽ ആരോ വന്നതിന് ശേഷം താഴത്ത് ഇതുള്ള പ്രൈസ് ബൈസോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ ഈ ആരോയുടെ താഴത്ത് ഈ ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാർസ് ആണ്. സിഗ്നൽ വരുമ്പോൾ താഴത്തുള്ള ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. താഴത്തെ ബാർ ഗ്രീൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് എടുത്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ നോക്കണ്ട. ഈ റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റൻസ്. അങ്ങനെ റെസിസ്റ്റൻസ് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു 80% മാർക്കറ്റ് അപ്പ് മൂവ്മെന്റിലോട്ട് വരും. അപ്പോൾ താഴത്തെ ബാറില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ഓൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രേഡേ വന്നുള്ളൂ. അത് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് സൈഡേ പോയെങ്കിലും പിന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് എഗൈൻ ആ ബൈ ട്രെൻഡിലോട്ട് തന്നെ പോയി. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ കറക്റ്റായിട്ടുള്ള സ്ട്രൈക്കുകളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം, കറക്റ്റ് ടൈമിൽ എങ്ങനെ എൻട്രി എടുക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.